സൈബർ അധിക്ഷേപങ്ങളിൽ CPM നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച ജി സുധാകരൻ. ആലപ്പുഴയിലെ പാർട്ടിയിൽ പൊളിറ്റിക്കൽ ഗ്യാങ് ക്രിമിനലുകൾ എന്നായിരുന്നു വിമർശനം. ജി സുധാകരൻ പാർട്ടിയുമായി ചേർന്നു പോകണമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സൈബർ അധിക്ഷേപങ്ങളിൽ നൽകിയ പരാതി പാർട്ടി അവഗണിച്ചെന്നും കുറ്റക്കാരെ സംരക്ഷിച്ചെന്നുമാണ് ജി സുധാകരന്റെ ആരോപണം. പൊളിറ്റിക്കൽ ഗ്യാങ് ക്രിമിനലുകളാണ് ആലപ്പുഴയിലെ പാർട്ടിയെ നയിക്കുന്നതെന്ന് കടന്നാക്രമണം. പേര് പരാമർശിച്ചില്ലെങ്കിലും അമ്പലപ്പുഴ ജനപ്രതിനിധി എന്നെടുത്തു പറഞ്ഞ എച്ച് സലാമിനും ഒളിയമ്പ്. ഏത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ അടിയിൽ ആ വിഷയത്തെ പറ്റിയല്ല, മുൻകൂട്ടി തീരുമാനിച്ച് സംഘടിച്ച് ഒരു കൂട്ടം ആളുകൾ അത് ചീത്ത പറയുകയാണ്. ഞാൻ ഒരാളെ ആക്ഷേപിക്കുന്ന ഒരു പോസ്റ്റും ഇന്നുവരെ ഇട്ടിട്ടില്ല, ഇടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടല്ല, ഇതിപ്പോൾ ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് ക്രിമിനൽ പൊളിറ്റിക്കൽ ഗ്യാങ്ങാണ്. രാഷ്ട്രീയ പാർട്ടികൾ കടന്നുകൂടി ക്രിമിനലിസം പ്രാക്ടീസ് ചെയ്യുകയാണ്. രക്തസാക്ഷിയായ സഹോദരനെ പോലും വെറുതെ വിടുന്നില്ല. തന്നെ ഉന്മൂലനം ചെയ്യാനാണ് ശ്രമം. ആക്രമണങ്ങൾക്കിടയിലും പാർട്ടിയോടുള്ള ഇഷ്ടം കൂടുകയാണെന്നും ജി സുധാകരൻ പറഞ്ഞു. ആക്രമണം തടയേണ്ട സജി ചെറിയാനും എസ് സുജാതയും അടക്കമുള്ളവർ ഇടപെട്ടില്ലെന്നും പരാതി. എന്തൊക്കെയാ വിളിച്ചു പറയും? ആ മരിച്ചുപോയ രക്തസാക്ഷിയായ അനിയനെ പോലും ആക്ഷേപിക്കാൻ ഇതിന്റെ കാര്യം വല്ല ഇവർക്കൊല്ലോ അറിയുമോ? സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞില്ലേ ഇവിടെ സജി ചെറിയാനെ വിദ്യാർത്ഥി ജീവിതം മുതൽ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് നടന്നതല്ലേ. സുജാതയില്ലേ കേന്ദ്ര കമ്മിറ്റി മെമ്പർ, സ്ത്രീയല്ലേ? ഇത് ചൂണ്ടിക്കാണിച്ചോ? ആലപ്പുഴയിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം ഒന്നും കാര്യം അവരെ അറിയിക്കാതെ പൊളിറ്റിക്കൽ ക്രിമിനലിസം അഴിഞ്ഞാടുകയാണ്. സൈബർ ആക്രമണങ്ങളിൽ തുറന്ന ചർച്ചയാവാമെന്നാണ് സജി ചെറിയാന്റെ പക്ഷം. ജി സുധാകരൻ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നും മന്ത്രി. അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. ഞങ്ങൾ അദ്ദേഹത്തെ വളരെ റെസ്പെക്ട് ചെയ്യുന്നു. പാർട്ടിക്ക് ഒരുപാട് സംഭാവന ചെയ്ത ആളാണ്. ഇതിലൊന്നും ഞങ്ങൾക്ക് ഒരു അഭിപ്രായവ്യത്യാസമില്ല. വ്യക്തിപരമായി അദ്ദേഹത്തെ ആരെങ്കിലും ആക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമെങ്കിൽ അത് തുറന്ന മനസ്സോട് ചർച്ച ചെയ്യാൻ പാർട്ടി നേതൃത്വം തയ്യാറാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ അംഗീകരിക്കത്തില്ല, അതൊക്കെ പരിശോധിക്കും. സജി ചെറിയാന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ ജി സുധാകരൻ തയ്യാറായില്ല. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.